The Real FM 103.6. ശ്രദ്ധ. ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ നാട്ടിലേക്ക് പോയ അതിഥി തൊഴിലാളികൾ തിരിച്ചെത്താത്തതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ തൊഴിലുടമകൾ. നിർമ്മാണ മേഖല, ഹോട്ടൽ വ്യവസായം, കൃഷി തുടങ്ങി അതിഥി തൊഴിലാളികൾ കൂടുതലായി ജോലി ചെയ്യുന്ന ഇടങ്ങളെല്ലാം തന്നെ സ്തംഭനാവസ്ഥയിലാണ്. ഇത് നിർമ്മാണ ചെലവ് കൂടുന്നതിനും ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിനും ഇടയാക്കുന്നുമുണ്ട്. ഒരു ഭാഗത്ത് നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ രൂക്ഷമെന്ന് പറയുമ്പോഴും കേരളത്തിലെ തൊഴിൽ മേഖലയിൽ ഒരു വലിയ ഭാഗം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. അതിഥി തൊഴിലാളികൾ മടങ്ങിവരാത്തത് കാരണം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സേവനങ്ങൾ തടസ്സപ്പെടുന്നു എന്നത് ആശങ്കയുണർത്തുന്നുണ്ട്. ശ്രദ്ധയിൽ ഈ വിഷയത്തിലാദ്യം കോഴിക്കോട് ഉള്ളിയേരിയിൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി അബു താഹിറിന്റെ പ്രതികരണം. എന്റെ നാട് കൊൽക്കത്ത, പശ്ചിമ ബംഗാൾ. പണിക്ക് പോകുന്നുണ്ട്, കോഴിക്കോട് പണിക്ക് പോകുന്നുണ്ട്. കോൺക്രീറ്റിന്റെ പണിയാ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് നാളെ അവിടെ എത്തു. കോൺക്രീറ്റിന്റെ മെയിൻ പണിക്കാരാ, മെയിൻ മേസ്ത്രിയാ. എന്റെ പേർക്ക് 10-30 പണിക്കാരുണ്ട് എല്ലാ പശ്ചിമ ബംഗാൾ. അവിടെ കുറച്ച് പണിക്കാരുണ്ട്, 2-3 പണിക്കാരുണ്ട്. ഓലെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വന്ന വേറെ പ്രശ്നമൊന്നുമില്ല. ഫാമിലി നാട്ടിലല്ലേ, 3 മാസം അവിടെ നിൽക്കൂ, 2 മാസം നാട്ടിൽ നിൽക്കൂ, അങ്ങനെ കറുവാറിയ. സംസ്ഥാനത്ത് മിക്ക ഹോട്ടലുകളിലും പാചകം മുതൽ ക്ലീനിംഗ് വരെ ജോലികളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. തൊഴിലാളികളുടെ കുറവ് ഹോട്ടൽ വ്യവസായത്തിൽ ഉണ്ടാക്കിയ പ്രതിസന്ധികളെക്കുറിച്ച് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KB പത്മദാസ്. അതിഥി തൊഴിലാളികളുടെ അസാന്നിധ്യം വളരെയധികം പ്രശ്നങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു മേഖല ഹോട്ടൽ മേഖല തന്നെയാണ്. ഹോട്ടൽ മേഖല എന്ന് പറയുമ്പോൾ ചെറുകിട ഹോട്ടൽ മുതൽ വൻകിട സ്റ്റാർ ഹോട്ടലുകൾ വരെ വരും. FKH സംബന്ധിച്ചിടത്തോളം മിക്കവാറെല്ലാം സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് അവിടെ അവിദഗ്ധ തൊഴിലാളികളാണ് കൂടുതലുണ്ടായിരുന്നത്. അതായത് ക്ലീനിങ്, സ്റ്റുവാർഡിങ്, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ ഹെൽപ്പിംഗ് അങ്ങനെയുള്ള ഏരിയയിൽ അവരെല്ലാവരും വളരെ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്നവരല്ല. അവർ മാറി ചിലപ്പോൾ അവർ കൺസ്ട്രക്ഷൻ മേഖലയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ മാറിക്കൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ്. മെയിൻ കാരണം പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും ബംഗാളിലെ ഇലക്ഷനാണ്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയും സമയം കഴിഞ്ഞിട്ടും ഒരുപാട് പേര് തിരിച്ചു വരുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനുള്ള കാരണം പറയുന്ന ഒന്ന്, ഇലക്ഷൻ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിലും മറ്റു കാര്യങ്ങളിലും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചേഞ്ച് അതിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇവർക്ക് ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ഹോട്ടൽ മേഖലയിൽ മാത്രമാണ് അവർക്ക് ഭക്ഷണം കിട്ടുക. ബാക്കിയുള്ള എല്ലാം സ്വയം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയായിരുന്നു. ഗ്യാസ് ഷോർട്ടേജ് ഒരു കാരണമായി പറയുന്നു. അതേമാതിരി കുറേയധികം ഹോട്ടലുകൾ അടച്ചുപൂട്ടിയത്, അത് അവിടെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് ജോലിയില്ലാത്ത ആ ഒരു കാരണം, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കമ്പൈൻഡ് കാര്യമായിട്ടാണ് പറയുന്നത്. ഈ തൊഴിലാളികളുടെ ക്ഷാമം 2 വിധത്തിലാണ് ഇപ്പോൾ ഈ ഹോട്ടൽ മേഖലയെ ബാധിച്ചിരിക്കുന്നത്. ഒന്ന്, ഇവരുടെ ക്ഷാമം കൊണ്ടും ഗ്യാസ് ഷോർട്ടേജ് കൊണ്ടും അടഞ്ഞുപോയ ഹോട്ടലുകൾ തുറക്കാൻ കഴിയുന്നില്ല. അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ ഒന്നുകിൽ തിരിച്ചെത്തിയിട്ടില്ല നാട്ടിലാണ്, അല്ലെങ്കിൽ അവർ വേറെ സ്ഥലത്ത് ജോലി തരപ്പെടുത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഹോട്ടലുകളിൽ സാധാരണ ദിവസങ്ങളിൽ ഒരുവിധമെല്ലാം അവർ കുഴപ്പമില്ലാതെ നീങ്ങിപ്പോകുന്നുണ്ടെങ്കിലും ഒരു തിരക്കുള്ള ദിവസത്തിലോ അല്ലെങ്കിൽ ഒരു കൂടുതൽ ബാങ്കറ്റുള്ള ദിവസങ്ങളിലോ അങ്ങനത്തെ ദിവസങ്ങളിൽ കൂടുതൽ ബുദ്ധിമുട്ട് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് നേരിടുന്നുണ്ട്. അപ്പോൾ അതിനെ തൽക്കാലം തരണം ചെയ്യുന്നത് ഉള്ള സ്റ്റാഫിന് ഓവർ ടൈം കൊടുത്തും അങ്ങനെ പുറത്തുനിന്ന് ടോട്ടൽ എങ്ങനെയും കിട്ടുമെങ്കിൽ ദിവസവേതനത്തിന് ക്ലീനിങ് പോലെയുള്ള ആവശ്യങ്ങൾക്ക് ആളെടുത്തുകൊണ്ടൊക്കെയാണ് അത് മുന്നോട്ട് പോകുന്നത്. കിട്ടുമെങ്കിൽ ആ ഇതിലും ഒരു മാറ്റം ഇവർ തിരിച്ചു വന്നാലേ ഈ മേഖലയിൽ വരൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അധികം താമസിക്കാതെ തന്നെ ഇവരെല്ലാവരും തിരിച്ചു വരും. ഈ പ്രശ്നങ്ങൾ അധികം താമസിക്കാതെ തന്നെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഹോട്ടൽ മേഖലയിലുള്ള എല്ലാവരും. നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്നവരിൽ ഭൂരിഭാഗവും അതിഥി തൊഴിലാളികളാണ്. തൊഴിലാളികളുടെ അഭാവം മൂലം മിക്ക നിർമ്മാണ പ്രവൃത്തികളും താൽക്കാലികമായി നിർത്തിവെക്കേണ്ട അവസ്ഥയിലാണ്. കോഴിക്കോട് ഒളവണ്ണയിൽ നിന്നും കോൺട്രാക്ടർ ജയരാജൻ പാലക്കുറുമ്പിൽ. വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിഥി തൊഴിലാളികൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 50% അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നിർമ്മാണ മേഖല കാര്യമായിട്ട് ബാധിക്കുന്നത് നിർമ്മാണ മേഖലയ്ക്കാണ്. അതിഥി തൊഴിലാളികളാണ് എല്ലാ മേഖലയിലും, നിർമ്മാണത്തിന്റെ എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്നത്. ഇപ്പൊ നിലവിലുള്ള അതിഥി തൊഴിലാളികൾ നമ്മൾ അത്യാവശ്യമായിട്ട് വിളിക്കുന്ന സമയത്ത് വലിയ രീതിയിലാണ്, നമ്മളെ മലയാളികളെക്കാൾ വലിയ ഡിമാൻഡാണ് അവർ വെക്കുന്നത്. 1200ഓളം രൂപ ഹെൽപ്പർമാർക്ക് കൂലി ചോദിക്കുന്നു. 2 മണിവരെ ജോലി ചെയ്യുള്ളൂ.
എന്നുള്ള രീതിയിലാണ്. അതൊന്നും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് താങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ നിർമ്മാണ മേഖലയിൽ 90% തൊഴിലെടുക്കുന്നതും ഇപ്പോൾ അതിഥി തൊഴിലാളികളാണ്. സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആളുകൾ കോൺട്രാക്ടർമാർ നിർത്തിവെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഹൗസ് വാമിങ്, കല്യാണങ്ങൾ, ഹൗസ് വാമിംഗ് ഒക്കെ ഡേറ്റ് മാറ്റി വെക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. കല്യാണങ്ങളൊക്കെ തന്നെ നമുക്ക് ആ മുൻകൂട്ടി നിശ്ചയിച്ച ഡേറ്റ് ആയി പോയത് കൊണ്ട് തന്നെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ ഹൗസ് വാമിങ്ങിന്റെ ഡേറ്റ് ഒക്കെ മാറ്റി വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ ഈ അവസരം മുതലാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ബാർഗൈനിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നമ്മളെ മലയാളികൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ കൂലി വേണമെന്ന് ആവശ്യപ്പെടുക. നമ്മൾ പണിക്ക് ആളെ വിളിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്നത് എന്ത് ജോലി, അത് ആദ്യം പറഞ്ഞു കൊടുക്കണം. എന്ത് ജോലിയാണ് അവിടെ ഉള്ളത്, അതിന് എത്രയാണ് സാലറി, എത്ര ഞങ്ങൾ വൈകുന്നേരം എന്ത് തരും, ഞങ്ങൾ 2 മണി വരെ ജോലി ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഡിമാൻഡുകളാണ് ഇവർ വെക്കുന്നത്. ആ രീതിയിൽ ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞത് സാധാരണ കോൺട്രാക്ടർമാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ മലയാളികളില്ലാതെ ഈ അതിഥി തൊഴിലാളികൾ നേരിട്ട് കോൺട്രാക്ട് എടുത്ത് വർക്ക് നടത്തുന്നത് ഒരുപാടുണ്ട്. പ്ലാസ്റ്ററിംഗ് മേഖലയാണെങ്കിലും കോൺക്രീറ്റ് മേഖലയാണെങ്കിലും പെയിന്റിംഗ് ആണെങ്കിലും എന്തിനവരുടെ ഇലക്ട്രിക്കൽ വർക്ക് വരെ അതിഥി തൊഴിലാളികൾ എടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിൽ മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ മലയാളികൾ ഈ നിർമ്മാണ മേഖലയിലേക്ക് ഇപ്പം കടന്നു വരാത്തൊരു സാഹചര്യമുണ്ട്. അവർ മറ്റു മേഖലയിലേക്ക് ആണ് കൂടുതൽ ആളുകളും പോകുന്നത്. അപ്പൊ ഈ നിർമ്മാണ മേഖലയിലേക്ക് നമ്മളെ നാട്ടിലുള്ള ആളുകൾ ഒരു തൊഴിൽ എന്ന് പറഞ്ഞാൽ വലിയ മോശമില്ലാത്ത കൂലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന, ഞാൻ മനസ്സിലാക്കുന്നത് താഴേക്കടയിലുള്ള ഒരു സർക്കാർ ജീവനക്കാരന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മാസം കൂട്ടുകയാണെങ്കിൽ അവർക്ക് അവരുടെ ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷെ അവിടേക്ക് മലയാളികൾ കടന്നു വരാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രയാസം. നമ്മുടെ നാട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ ഈ രംഗത്തേക്ക് കൂടുതൽ വരിക എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു പ്രതിവിധി ഉള്ളത്. തൊഴിൽ സംസ്കാരവുമായി ബന്ധപ്പെട്ട നമ്മുടെ കാഴ്ചപ്പാടുകളെ പൊളിച്ചെഴുതേണ്ടതുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു സാമൂഹ്യ നിരീക്ഷകൻ NM പിയേഴ്സൺ. നമ്മളുടെ കേരളത്തിന്റെ പല മേഖലകളിലും പണിയെടുക്കുന്ന തൊഴിലാളികൾ കേരളത്തിലെ തൊഴിലാളികളല്ല, പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികളാണ്. പുറത്തുനിന്ന് തൊഴിലാളികൾ വരികയും അവർ പണിയെടുക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പുറത്തെ തൊഴിലാളികൾ കേന്ദ്രീകരിക്കുന്ന ഇടങ്ങളിൽ ചില നിയമ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അതിക്രമങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ശരിയാണ്, അതൊക്കെ പരിഹരിക്കാം. പക്ഷെ ഇപ്പൊ പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിസന്ധി വന്നിരിക്കുന്നത് കേരളത്തിന്റെ പല മേഖലകളിലും പണിയെടുക്കുന്ന തൊഴിലാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ് എന്നുള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് ബംഗാളിൽ നിന്ന് വരുന്നവരാണ് എന്നതുകൊണ്ട്, ആസാമിൽ നിന്ന് വരുന്നവരാണ് എന്നതുകൊണ്ട്, ആസാമിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവിടെ പണിയെടുക്കാൻ വരുന്ന തൊഴിലാളികളെല്ലാം തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനായിട്ട് ആസാമിലേക്കും ബംഗാളിലേക്കും പോയി. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു. പക്ഷെ ഇതുവരെ അവർ തിരിച്ചു വന്നിട്ടില്ല. അവർ തിരിച്ചു വരാത്തതിന്റെ ഫലമായി നമ്മൾ വലിയ പ്രതിസന്ധിയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാണ മേഖലകളിൽ പണിയെടുക്കുന്നതിന് ആവശ്യമായിട്ട് തൊഴിലാളികൾ ഇല്ലാത്തതിന്റെ പേരിൽ നിർമ്മാണ മേഖല സ്തംഭനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഹോട്ടൽ വ്യവസായ ശൃംഖലയിൽ അവരില്ലാത്തതിന്റെ ഫലമായിട്ട് ഹോട്ടലുകൾ പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. പച്ചക്കറി കടകളിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന സ്ഥലം, ആ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതിൽ ബഹുഭൂരിപക്ഷ ആളുകളും അവർ വരാത്തതിന്റെ പേരിൽ അതും അടഞ്ഞുപോകും. കേരളത്തിൽ പൊതുവെ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ രാഷ്ട്രീയ നേതാക്കൾ പ്രസംഗിക്കും ഇവിടെ കടുത്ത തൊഴിലില്ലായ്മയാണ്. അപ്പോ തൊഴിലില്ലായ്മ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തൊഴിലില്ലായ്മ ഇല്ല. കാരണം ഇവിടെയുള്ള തൊഴിലെടുക്കാൻ ആളില്ല. പിന്നെ ഇത് തൊഴിലില്ലായ്മയുടെ പ്രശ്നം. അപ്പൊ തൊഴിലില്ലായ്മ ഉണ്ടെങ്കിൽ തന്നെ അത് കൃത്രിമമായിട്ട് നിർമ്മിക്കപ്പെടുന്ന ഒരു തൊഴിലില്ലായ്മ. ഉള്ള തൊഴിലെടുക്കാനായിട്ട് കേരളത്തിലുള്ള അധ്വാന ശേഷി ഉപയോഗിക്കപ്പെടാത്തതിന്റെ ഫലമായി വരുന്ന തൊഴിലില്ലായ്മ മാത്രമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. പക്ഷെ ഇത് ഗുരുതരമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രതിസന്ധിയായിട്ട് വരുന്നത് നമ്മളുടെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് നമുക്ക് കഴിവില്ലാതെ വരുന്നതെന്ന് എന്റെ അടിസ്ഥാനം. കേരളത്തിന്റെ സ്വാശ്രയ അവസ്ഥയാണ് ആ മേഖലകളിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ കൾച്ചറിൽ, നമ്മുടെ സംസ്കാരത്തിൽ വന്ന, പ്രത്യേകിച്ച് തൊഴിൽ സംസ്കാരത്തിൽ വന്ന വലിയൊരു മാറ്റമാണ്. ശരീരം അനങ്ങി പണിയെടുക്കുന്ന തൊഴിലെടുക്കാൻ കേരളത്തിലെ ആളുകൾ തയ്യാറില്ല. അതുകൊണ്ട് അവർക്ക് ഇവിടെയുള്ള നിർമ്മാണ മേഖലകളിൽ പണിയെടുക്കാനോ ഹോട്ടൽ തൊഴിലിൽ പോകാനോ പച്ചക്കറി കടകളിൽ സാധനങ്ങൾ എടുത്തോ അതിനൊന്നും അവർ തയ്യാറല്ല. ഈ മോശമായതെന്ന് നമ്മൾ കണക്കാക്കുന്ന തൊഴിലെടുക്കാൻ ആരാണ് വരേണ്ടത്? അതാണ് നമ്മുടെ അടിസ്ഥാന ചോദ്യം. ആ തൊഴിൽ സംസ്കാരവുമായി ബന്ധപ്പെട്ട നമ്മളുടെ കാഴ്ചപ്പാടുകളെ നമുക്ക് പൊളിച്ചെഴുതാൻ കഴിയേണ്ടതാണ്. ഈ പുതിയ സർക്കാരൊക്കെ വരുന്ന സമയത്ത് ആ സർക്കാരിന് കുറെ കാര്യങ്ങൾ അതിനകത്ത് ചിലപ്പോൾ ചെയ്യാൻ കഴിയും. അത് ചെയ്തില്ലെങ്കിൽ നമ്മളിങ്ങനെ നിർമ്മാണ മേഖല സ്തംഭിച്ചിരിക്കുന്നല്ലോ, ഹോട്ടലുകളിൽ അടഞ്ഞെടുക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കേണ്ടി വരും. കേരളത്തിലെ അവിദഗ്ധ തൊഴിലാളികളിൽ ഭൂരിപക്ഷവും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അതിഥി തൊഴിലാളികൾ മടങ്ങിവരാത്തതുമൂലമുണ്ടായ പ്രശ്നങ്ങൾ 1-2 മേഖലകളിൽ ഒതുങ്ങുന്നതല്ല. ജോലിക്ക് ആളെ കിട്ടാൻ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ലേലം വിളി വരെ നടക്കുന്നുണ്ട്. കൂടുതൽ കൂലി കിട്ടുന്നവർ നിലവിലെ ജോലി ഉപേക്ഷിക്കുകയും പുതിയ താവളം തേടി പോകുകയും ചെയ്യുന്നു.
കൂലിയിലും വലിയ വർധനവാണ് ഉണ്ടാവുന്നത്. ഈ പ്രതിസന്ധികളെ മറികടക്കാൻ അതിഥി തൊഴിലാളികൾക്ക് മികച്ച സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതു മാത്രമല്ല, തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുകയും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുകയും വഴി കൂടുതൽ മലയാളികളെ ഈ തൊഴിലുകളിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ. ആശയം നിർവഹണം ഫഹദ് റാസ. ശ്രദ്ധ.